മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 6/8/1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രോഹിണിയാണ് നക്ഷത്രം. രോഹിണി 1-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ശനി. 2 ശൂന്യം. 3-ൽ രാഹു. 4-ൽ കുജൻ. 5 ശൂന്യം. 6-ൽ ചന്ദ്രൻ വ്യാഴം. 7-ൽ ശുക്രൻ. 8-ൽ സൂര്യൻ ബുധൻ. 9-ൽ കേതു ഗുളികൻ. 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പൊതുവെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം 6-ലാണെങ്കിൽ പോലും ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. അത് ഉച്ചനായ ചന്ദ്രൻ, രാത്രിയുള്ള ജനനം. ചന്ദ്രൻ വ്യാഴം കോമ്പിനേഷൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ചന്ദ്രൻ വ്യാഴം ഡയറക്റ്റായിട്ട് ഗജകേസരി യോഗം കൊടുക്കുന്നു. 1. 2, വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നു. 7ാമത്തെ ദൃഷ്ടി ചെലവിൻ്റെ സ്ഥാനത്തേക്ക്, വ്യയസ്ഥാനത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ 9ാമത്തെ ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരുന്നു. അത് ഇവിടെ എത്തുമ്പോൾ നീച ദൃഷ്ടിയാണ്. എന്നിരുന്നാൽ തന്നെയും ധനസ്ഥാനത്തേക്ക് ഏത് രീതിയിലായാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലത് തന്നെയാണ്. അതേപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ചിട്ടവട്ടം, അച്ചടക്കം ജീവിതത്തിൽ പഠിപ്പിക്കും. അല്ലെങ്കിൽ അത്തരം ടഫായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രേരണ നൽകുകയും അതുവഴി ജീവിതത്തിൽ പിന്നീട് നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും അത് ചെയ്യും. ലഗ്നത്തിൽ ശനി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ ഭയന്ന് വിറയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഭയക്കേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. ശനിയെ ഡീല് ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കറക്റ്റായിട്ട് പോകുന്നത് എങ്കിൽ ശനി ഒരു ഉപദ്രവവും ആർക്കും ചെയ്യില്ല. കർമാധിപനാണ്. ചെയ്യുന്ന ജോലിക്ക് ശനി മാർക്കിടും. അത്രേ ശനി ചെയ്യാറുള്ളൂ. അത് 7.5 ശനി ആയിക്കോട്ടെ, കണ്ടക ശനി ആയിക്കോട്ടെ, അഷ്ടമശനി ആയിക്കോട്ടെ. ഇവിടെ ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ 3ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്കാണ് ശനിയുടെ ദൃഷ്ടി വരുന്നത്. അതിൽ ലഗ്നാൽ 10ലേക്ക് വരുന്ന ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് തൊഴിൽ സ്ഥാനത്തേക്ക്. അവിടെ ഗുളികൻ ശനി കോമ്പിനേഷൻ ഉണ്ട്. ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയും ശനിയുടെ 10ാമത്തെ ദൃഷ്ടിയും. ജോലി സ്ഥലത്ത് ഒന്നുകിൽ സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളോ, അല്പം റഫായ അല്ലെങ്കിൽ ടഫായിട്ടുള്ള സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത്ര താല്പര്യമില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ ഒക്കെ ഗുളികൻ ശനി കോമ്പിനേഷൻ അവിടെ ഉണ്ടാക്കാം. എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ, അതും ഗജകേസരി യോഗം ചെയ്ത് നിൽക്കുന്ന, പ്രത്യേകിച്ചും ലഗ്നാധിപൻ കൂടിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി അത് പരിഹരിക്കും. എന്നാൽ തന്നെയും ആദ്യം പറഞ്ഞ അല്പം നെഗറ്റിവിറ്റി ഉള്ള ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ബുദ്ധിപൂർവ്വം അല്പം ക്ഷമയോടെ നേരിടുക. അങ്ങനെ ചെയ്താൽ വ്യാഴം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയും അത് പിന്നീട് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. അതേപോലെ ലഗ്നാൽ 7-ൽ ശുക്രൻ വിവാഹസ്ഥാനത്ത്, 7ാം ഭാവാധിപൻ സൂര്യനോടൊത്ത്. അപ്പോൾ വരുന്നയാൾക്ക് ഒന്നുകിൽ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടോ ഒക്കെ മികവ്, നേട്ടം അല്ലെങ്കിൽ പാണ്ഡിത്യം ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ശ്രമിച്ചാൽ ഗവൺമെൻറ് ജോലി പോലെയുള്ള വരുമാന മാർഗങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലുമാണ്. അതേപോലെ 7-ലൊക്കെ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വരുന്നയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിക് സ്കിൽസ്, എഴുത്തോ വായനയോ ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 7-ൽ ശുക്രൻ നിൽക്കുന്നു, അവിടേക്ക് ലഗ്നത്തിൽ നിന്നുകൊണ്ട് ശനി ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്നയാൾക്കൊരു ചിട്ടവട്ടം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരല്പം കടുംപിടുത്തം, വാശി സ്വഭാവം, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നേടണം അല്ലെങ്കിൽ നടക്കണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൽ പരാതി പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ 7ാം ഭാവാധിപൻ സൂര്യനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പോയിൻറ്റിന് ഒരല്പം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതുമാണ്, ഒരല്പം ശ്രദ്ധയോടെ കാണേണ്ടതുമാണ്. എന്ന് വെച്ചാൽ ഈ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ പോകേണ്ടതാണ് എന്ന് സാരം. അതേപോലെ ലഗ്നാൽ 4-ൽ കുജൻ നിൽക്കുന്നു. ശ്രമിച്ചാൽ പ്രസ്തുത കുജൻ 4-ൽ നിന്നുകൊണ്ട് 4ാമത്തെ ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്കും അതേപോലെ തന്നെ 7ാമത്തെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്കും നടത്തുന്നു. അതിൽ
കുജൻ ശനി കോമ്പിനേഷൻ, ശനിയുടെ 7ാമത്തെ ദൃഷ്ടിയും കുജൻ്റെ 4ാമത്തെ ദൃഷ്ടിയും വിവാഹ സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ചെറിയ തർക്കങ്ങളെപ്പോലും സമയത്ത് പരിഹരിച്ച് പോകാൻ വേണ്ടുന്ന മുൻകരുതലുകൾ നിർബന്ധമായും എടുത്തു പോവുക. വലിയ തർക്കങ്ങളിലേക്ക് ഒരു കാരണവശാലും പോകാതെയും ഇരിക്കുക. അപ്പോൾ ഈ 4-ലൊക്കെ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, ഗുണങ്ങളൊക്കെ പല ആളുകൾക്കും കാണാറുണ്ട്. അത് മോശം ദൃഷ്ടിയുള്ളപ്പോൾ ഗുളികൻ്റെ സാന്നിധ്യത്തിൽ, അതല്ല എങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്കൊരു 100% ഒന്നും പറയാൻ പറ്റില്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവാം. പക്ഷേ ഇവിടെ 4-ൽ ഡയറക്റ്റായിട്ട് കുജൻ നിൽക്കുന്നു എന്ന് പറയുമ്പം വലിയ തെറ്റില്ലാത്ത ഫലം തന്നെ അത്തരം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുക്കും. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് ഗുളികൻ, അതേപോലെ തന്നെ കേതു, അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടി, ഉപരി 9ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കർക്കിടകത്തിൽ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഈ ഒരു പോയിൻ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗ്യസ്ഥാനത്തൊക്കെ ഗുളികൻ കേതു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഭാഗ്യ അനുഭവങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ക്ഷാമം നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം അതൊരു ഭാഗ്യാനുഭവമായിരിക്കാം, നീണ്ടു പോവുക, അല്ലെങ്കിൽ അതിൽ തർക്കങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കിട്ടാതെ ഇരിക്കുക, അല്ലെങ്കിൽ അത് കാലം തെറ്റി നമ്മളെ തേടി വരിക. അത് കിട്ടേണ്ടുന്ന ഒരു സമയത്ത് കിട്ടിയാൽ ഗുണം ചെയ്യും. അതിൻ്റെ എല്ലാം കഴിഞ്ഞ് പിന്നീട് കിട്ടുന്ന സമയത്ത് അതിന് വലിയ വാല്യൂ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലാഭം നേടുന്ന അവസ്ഥ ഇത്തരം ആളുകൾക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കണിശമായും എടുത്ത് പോകേണ്ടതൊരു അത്യാവശ്യവുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം തന്നെ ഒരുവിധം കൃത്യമായിട്ട് ഒരു ശ്രദ്ധ കൊടുത്ത് പോയി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 9-ൽ നിൽക്കുന്ന ഗുളികൻ, 9-ൽ നിൽക്കുന്ന കേതു എന്ന് പറയുമ്പോൾ ഗുളികൻ ടഫ് സൈഡ് കൂട്ടും. ലക്ക് വൈസ് ക്ഷാമം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ അത് വളരെയധികം ജാഗ്രതയോടെ തന്നെ കണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്ര ദശയിലാണ് ജനനം, രോഹിണിയാണ് നക്ഷത്രം, 97 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജൻ 7 കൊല്ലം, അതിനുശേഷം രാഹു 2022 വരെ, അതിനുശേഷം ഗുരു 2038 വരെ, അതിനുശേഷം ശനി 2057 വരെ, ശേഷം ബുധൻ 2074 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ഗുരുദശയിൽ ശനിയുടെ അപഹാരമാണ്. എന്ന് വച്ചാൽ ഗജകേസരി യോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴം, ലഗ്നത്തിൽ നിൽക്കുന്ന ശനി. അപ്പോൾ ഇതിൻ്റെ തുടക്ക മാസങ്ങളിലൊക്കെ ചെറിയ ചില ടഫ്നെസ് പോലെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നീട് അത് ഗ്രാജ്വലി ക്രമേണ അത് മാറി അത് പോസിറ്റീവ് ആവുകയും ചെയ്യും. എന്നാലും ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക. ശ്രദ്ധ എല്ലായ്പ്പോഴും, അത് നല്ല സമയമാണെങ്കിലും മോശ സമയമാണെങ്കിലും ഏതൊരു മനുഷ്യനും വളരെ അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൽ ശനി എന്ന് പറയുന്നത് 2024 ജൂലൈ 15 തൊട്ട് 2027 ജനുവരി 27 വരെയാണ്. അപ്പോൾ വ്യാഴദശ ഗജകേസരി യോഗം കൊടുത്തു നിൽക്കുന്ന വ്യാഴം തന്നെയാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് 5ാം ദൃഷ്ടി കൊടുക്കുന്ന വ്യാഴം തന്നെയാണ്. വ്യയസ്ഥാനത്തേക്ക് 7ാം ദൃഷ്ടി കൊടുക്കുന്ന വ്യാഴമാണ്. ധനസ്ഥാനത്തേക്ക് 2ാം ദൃഷ്ടി എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 2-ലേക്ക്, 2ാം ദൃഷ്ടിയല്ല 9ാം ദൃഷ്ടി ലഗ്നാൽ 2-ലേക്ക് ധനസ്ഥാനത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് വ്യാഴദശ നല്ലത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഗുളിക ഭവനാധിപനായിട്ടുള്ള സൂര്യനാണ്. എന്ന് വെച്ചാൽ സൂര്യൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെയൊക്കെ അപഹാരം പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു അല്പം കൂടെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടത് ഒരു അത്യാവശ്യവുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.